തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തിരുവനന്തപുരത്തെത്തിയ നരേന്ദ്രമോദിക്ക് തലസ്ഥാനം ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് നൽകിയത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ച അദ്ദേഹം ശ്രീപത്മനാഭനെ പരാമർശിച്ചാണ് പ്രസംഗം തുടങ്ങിയത് തന്നെ. രാജ്യം ഏറെ സുരക്ഷിതമായിരിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് പൂർണ്ണ അധികാരം നൽകി എന്ന് പറഞ്ഞ നരേന്ദ്രമോദി കേരളത്തിലെ ശാസ്ത്രജ്ഞനായ നമ്പിനാരായണനെയും പ്രസംഗത്തിൽ പരാമർശിച്ചു. നമ്പിനാരായണനോട് കോൺഗ്രസ് ചെയ്തത് ക്രൂരതയാണെന്നും നമ്പിനാരായണനോട് ചെയ്ത ഹീനപ്രവൃത്തി ഒരിക്കലും പൊറുക്കാനാകാത്തതാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴും വേദിയിൽ സെൻകുമാർ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. നമ്പിനാരായണൻ്റെ കേസിൽ അന്ന് അന്വേഷണം നടത്തിയിരുന്നത് TP സെൻകുമാറാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ വേദിയിലിരുത്തിയാണ് നരേന്ദ്രമോദി നമ്പിനാരായണനെ ഇത്ര പുകഴ്ത്തി സംസാരിച്ചത്. മാത്രമല്ല, നിർണായകമായ തീരുമാനങ്ങളെടുക്കാൻ UPA സർക്കാരിനായില്ല എന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. ആവേശോജ്വലമായ പ്രസംഗമാണ് നരേന്ദ്രമോദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തിയത്. ആ ആവേശം ഒരണു ചോരാതെ ജനങ്ങളിൽ എത്തിക്കാൻ പരിഭാഷകനായ K. മുരളീധരനായി എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാവുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് NDA സംഘടിപ്പിച്ച സങ്കൽപ് റാലിയിൽ പങ്കെടുക്കാനെത്തിയ നരേന്ദ്രമോദി അണികൾക്ക് വലിയ ആവേശമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് തലസ്ഥാനത്ത് കണ്ടത്. ജനപ്രവാഹമായിരുന്നു ഇന്ന് തലസ്ഥാനം മുഴുവനും. കാവി പുതച്ച് കിടക്കുന്നത് പോലെയായിരുന്നു തലസ്ഥാനത്തെ സെൻട്രൽ സ്റ്റേഡിയം മുഴുവനും. ഒരു ആവേശകരമായ പ്രസംഗം നടത്തിയ ശേഷമാണ് നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനം വിട്ടത്. സ്ഥാനാർത്ഥികളെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും UPA സർക്കാരിൻ്റെ പോരായ്മകളെക്കുറിച്ചും എല്ലാം പരാമർശിച്ച നരേന്ദ്രമോദി ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയ ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. മറ്റൊന്നും അല്ല, വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആചാര സംരക്ഷണത്തിനായി സുപ്രീം കോടതി മുതൽ പാർലമെൻറ്റ് വരെ പോരാടും എന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഇതിനെ വലിയ കയ്യടിയോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. വിശ്വാസ സംരക്ഷണത്തിനായി എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ഈ പരാമർശം. വീണ്ടും അധികാരത്തിലെത്തിയാൽ വിശ്വാസ സംരക്ഷണത്തിനായി, അതായത് കേരളത്തിലെ വിശ്വാസ സംരക്ഷണത്തിനായി സുപ്രീം കോടതി മുതൽ പാർലമെൻറ്റ് വരെ എല്ലാ അവകാശങ്ങൾക്കുമായി പോരാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇതിനു മുൻപ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോഴും ശബരിമലയെ പരാമർശിക്കാതെ ഇത്തരത്തിൽ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ഇന്ന് ഒരു പടി കൂടി കടന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഒരു പടി കൂടി മുന്നിലുള്ള പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി മുതൽ പാർലമെൻറ്റ് വരെ വിശ്വാസ സംരക്ഷണത്തിനായി പോരാടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഒപ്പം തന്നെ കുമ്മനം രാജശേഖരൻ്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയെയും കുറിച്ച് വാദോരാതെ സംസാരിക്കാനും നരേന്ദ്രമോദി തയ്യാറായി എന്നുള്ളതാണ്. മറ്റ് സ്ഥാനാർത്ഥികൾക്കും അദ്ദേഹം വിജയാശംസകൾ നേർന്നു. കുമ്മനം രാജശേഖരനെ കുറിച്ച് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും നല്ല മതിപ്പാണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് കുമ്മനം രാജശേഖരൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുവനന്തപുരം മണ്ഡലം എന്നും NDAക്ക് നല്ല പിന്തുണ നൽകിയിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം അത് പ്രകടമായിരുന്നു. എന്നാൽ ഇത്തവണ നിങ്ങളുടെ എല്ലാം സമ്മതിദാനാവകാശം കുമ്മനം രാജശേഖരന് നൽകണം എന്നും അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. മാത്രമല്ല, കൊല്ലം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉള്ള ഭരണ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ചയും ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളുമെല്ലാം നരേന്ദ്രമോദി പ്രസംഗത്തിനിടെ ഉന്നയിച്ചു. ഇതിനു മുൻപുണ്ടായിരുന്ന UPA സർക്കാർ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പില്ലാത്തവരാണെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. അത്തരത്തിൽ ഒരു കെൽപ്പുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഇന്ത്യക്ക് കൈവരിക്കാനായതെന്നും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞനായ നമ്പിനാരായണനെയും അദ്ദേഹം പ്രസംഗത്തിനിടെ പരാമർശിച്ചു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാമല്ലോ എന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. മത്സ്യത്തൊഴിലാളികളെയും നരേന്ദ്രമോദി പ്രസംഗത്തിനിടെ പരാമർശിച്ചു. കേരളത്തിൽ പ്രളയം നടന്നപ്പോൾ അവർ ചെയ്ത സഹായങ്ങളെല്ലാം നരേന്ദ്രമോദി ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഒപ്പം തന്നെ കടലിൻ്റെ സംരക്ഷകരാണ് അവരെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അവർക്കായുള്ള എല്ലാ സഹായങ്ങളും നരേന്ദ്രമോദി സർക്കാർ ചെയ്യുമെന്നും ഉറപ്പു നൽകി. കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടി അക്രമ രാഷ്ട്രീയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും കോൺഗ്രസ് ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. വലിയ ആവേശത്തോടെയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളെ ജനങ്ങൾ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒട്ടും ആവേശം ചോരാതെ തന്നെ ജനങ്ങളിലെത്തിക്കാൻ V. മുരളീധരൻ കഴിഞ്ഞു എന്നതും ഇവിടെ ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.